റൂമിലെ കാഴ്ച കണ്ടതും കാർത്തുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ പിന്നെ അവിടെ നിൽക്കാതെ താഴേക്ക് നടന്നു. മോളെ കാർത്തു, എന്താ പറ്റിയത്? എന്തിനാ കരയുന്നത്? ദേവുമോൻ എന്തെങ്കിലും പറഞ്ഞോ? പറ്റുന്നില്ല ഭാനു അമ്മ എനിക്ക്. എന്താ മോളെ പറ്റിയത്? ദേവേട്ടന് ലച്ചു ചേച്ചിയെ ഇഷ്ടമാ, ഞാനാണ് അധികം പറ്റേ. മോള് വല്യച്ഛനെ വിളിച്ച് കാര്യങ്ങൾ പറ. അദ്ദേഹം നല്ലവനാണെന്നല്ലേ മോള് പറഞ്ഞത്? ഡി കറുമ്പി, നിന്റെ വല്യച്ഛൻ അന്വേഷിക്കുന്നുണ്ട്. എൻ്റെ വല്യച്ഛൻ വന്നിട്ടുണ്ടോ? പുറത്ത് ഗാർഡനിലുണ്ട്, പോയി വാ മോളെ, പോയി വാ. പിന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞോ? എങ്ങനെയെങ്കിലും എൻ്റെ കുട്ടി രക്ഷപ്പെട്ടോ? അവൾ വേഗം നിറഞ്ഞ കണ്ണുകൾ തുടച്ച് ഗാർഡനിലേക്ക് ഓടി. വല്യച്ഛ, എന്താ മോളെ, എന്തിനാ കരയുന്നത്? എന്നെ കൊണ്ടുപോകൂ, എനിക്കിവിടെ പറ്റുന്നില്ല വല്യച്ഛ. പിന്നെ അമ്മായി പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞതും അയാൾ അവളെ നോക്കി. നീ 6 മാസം ഇവിടെ നിന്നേ പറ്റൂ, എൻ്റെ ലച്ചുമോൾക്ക് വേണ്ടി. അവൾക്ക് ദേവുമോനെ ഇഷ്ടമാണ്. പിന്നെ ജാതകദോഷം കാരണമാ നിന്നെയും ഇതിലേക്ക് വലിച്ചിട്ടത്. 6 മാസം നീ ഇവിടെ നിൽക്ക്, പിന്നെ നിന്നെ വേറൊരു ചെക്കനെ കൊണ്ട് കെട്ടിപ്പിക്കാം. പിന്നെ വേണമെങ്കിൽ അവന് കൂടുതൽ പണവും കൊടുക്കാം. വല്യച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? നിനക്കൊരു കാര്യം അറിയോ? എനിക്ക് നീ അധികപ്പറ്റ് മാത്രമായിരുന്നു. പിന്നെ നിന്നെ ഇത്രയും നാൾ നോക്കി വളർത്തിയത് നിന്റെ സ്വത്ത് കണ്ടുകൊണ്ട് തന്നെയാണ്. അതെനിക്ക് തന്നേക്ക്, അതിനുള്ള സമയമായി. അപ്പോൾ എന്നോട് കാണിച്ച സ്നേഹമെല്ലാം അഭിനയമായിരുന്നല്ലേ? അത് ഇപ്പോഴും നിനക്ക് മനസ്സിലായില്ലേ? എൻ്റെ അച്ഛനെ പോലെയല്ലേ നിങ്ങളെയും ഞാൻ കണ്ടത്. എന്നിട്ടും നീ എനിക്ക് അച്ഛൻ്റെ സ്ഥാനം തന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടത് ഒരു വേലക്കാരിയുടെ സ്ഥാനത്താ. പിന്നെ ഈ കാര്യങ്ങളൊന്നും നീ നിച്ചുവിനോട് പറയാൻ നിൽക്കണ്ട. നിന്നാൽ അവനെയും നിന്നെയും ഞാൻ കൊല്ലും. അല്ല, എല്ലാം ഇവളോട് പറഞ്ഞോ? അമ്മായി പുച്ഛിച്ച് നടന്നു വന്നതും അവൾ അവരെ 2 പേരെയും നോക്കി അകത്തേക്ക് നടന്നു. കാത്തു മോളെ, എന്തായി? ഞാൻ വിചാരിച്ച പോലെയല്ല ഭാനുവമ്മേ. വല്യച്ഛനും അവരുടെ ആളാ. ഞാനെല്ലാം അറിയാൻ വൈകി. മോളെ, ഇനി എന്താവും നിന്റെ ജീവിതം? 6 മാസം ഇവിടെ നിൽക്കണം, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. അമ്മയ്ക്കറിയോ, കുറേ പ്രതീക്ഷയോടെ ഞാൻ ഈ താലി സ്വീകരിച്ചത്. അനാഥയെ എനിക്ക് ദേവേട്ടൻ എല്ലാം ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ മോള് കരയാതെ. അതെ, ഇവിടെ കഥ പറഞ്ഞിരിക്കാതെ വന്ന് വിളമ്പാൻ നോക്ക്. മോള് വാ, അല്ലെങ്കിൽ ഇത് മതി നേരം വൈകിയെന്ന് പറഞ്ഞ് നമ്മളെ കൊല്ലാക്കൊല ചെയ്യിപ്പിക്കാൻ. അവളും ഭാനുവമ്മയും എല്ലാ ടേബിളിൽ കൊണ്ടുവച്ചതും വിളമ്പി കൊടുത്തു. ലച്ചുവും അമ്മായിയും അവളെ പുച്ഛത്തോടെ നോക്കി കഴിക്കാൻ ആരംഭിച്ചു. ദേവ് വന്നതും കാർത്തു അവൻ്റെ അടുത്തേക്ക് വിളമ്പാനായി നടന്നു. എനിക്ക് നീ വിളമ്പി തരേണ്ട ഭാനുവമ്മേ, വിളമ്പിതാ. കാർത്തു അവനെ നിറകണ്ണാൽ നോക്കി അവിടെ നിന്ന് മാറി നിന്നു. ലച്ചു ഈ സമയം എന്തോർത്ത പോലെ ചിരിച്ചു കാർത്തുവിനെ നോക്കി. ഡി, എനിക്ക് കുറച്ച് കറി വിളമ്പിത്താ. കാർത്തു കറിയെടുത്ത് ലച്ചുവിൻ്റെ മുൻപിലെത്തിയതും ലച്ചു കാർത്തുവെ തള്ളി. അതുകൊണ്ട് തന്നെ കറിയെല്ലാം ദേവിൻ്റെ മേലേക്ക് വീണു. അവൻ ദേഷ്യത്തിൽ ചാടി എഴുന്നേറ്റ് കാർത്തുവിൻ്റെ അടുത്തേക്ക് പാഞ്ഞു വന്നതും അവളുടെ കവിളിൽ ആഞ്ഞടിച്ചു. ഇതെല്ലാം നോക്കി നിന്ന ലച്ചുവും അമ്മായിയും ദേവിൻ്റെ അമ്മയും പുച്ഛച്ചിരിയോടെ നോക്കി നിന്നു. ഭാനുവമ്മ തടയാനാവാതെ നിറകണ്ണാൽ നിന്നു. എന്നാൽ ഇതെല്ലാം പുറത്തുനിന്ന് കണ്ട അവൻ ദേഷ്യത്തിൽ വിറച്ചു നിന്നു. ഡി അസത്തെ, എന്ത് പണിയായി കാണിച്ചത്? കരുതിക്കൂട്ടിയല്ല നീ ദേവുമോൻ്റെ മേത്ത് കറി ഒഴിച്ചത്. ലച്ചു ചേച്ചി എന്നെ തട്ടിയപ്പോഴാ കറി ദേവേട്ടൻ്റെ മേത്തേക്കായത്, അല്ലാതെ ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല അമ്മായി. ഡി കറുമ്പി, നീ എന്നെ പ്രതിയാക്കുന്നോ? ഇവളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല ദേവേട്ടാ. ദേവുമോനെ, മോന് പോയി ഡ്രസ്സെല്ലാം മാറ്റിവാ. ദേവ് കാത്തുവിനെ ദേഷ്യത്തോടെ നോക്കി റൂമിലേക്ക് നടന്നതും ലച്ചു കാത്തുവിൻ്റെ മുൻപിൽ വന്നു നിന്നു. ഡി കറുമ്പി, നീ മോങ്ങാതെ പോടി. ചേച്ചിയല്ല എന്നെ തട്ടിയത്? അതെ. അപ്പോൾ ചേച്ചി കരുതിക്കൂട്ടി തന്നെയാ ചെയ്തത്. നിനക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിച്ചോ. ഇത് പറഞ്ഞു ലച്ചു പോയതും കാത്തു അടുക്കളയിലേക്ക് നിറഞ്ഞ കണ്ണാൽ നടന്നു. ആൻറ്റി. ആ, സഞ്ജുമോൻ എപ്പോൾ വന്നു? ആരാ ആൻറ്റി ഇത്? വിവാഹത്തിനന്ന് ഞാൻ ദേവേട്ടൻ്റെ ഒപ്പം കണ്ടിരുന്നു. എന്നെ കണ്ടിരുന്നോ? അതെ. എന്നാൽ ഞാൻ നിന്നെ ശരിക്കും കണ്ടത് ഇപ്പോഴാ. നിങ്ങൾ എന്താ അർത്ഥം വെച്ച് പറയുന്നത് പോലെ? ഡി പൊന്ന മോളെ, നീയല്ലേ ഇപ്പോൾ ഇവിടെ ഉണ്ടായതിന് കാരണം. എന്നിട്ട് ആ കുട്ടിയെ പ്രതിയാക്കി. ഞാനോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഞാനെല്ലാം നേരിട്ട് കണ്ടു. ദേവിനോടെല്ലാം ഞാൻ പറയട്ടെ? ദേവേട്ടൻ വിശ്വസിക്കുമെന്ന് തോന്നുന്നുണ്ടോ? തനിക്കൊരു കാര്യം അറിയോ? ദേവേട്ടൻ ആ കറുമ്പിയെ കണ്ണെടുത്താൽ കണ്ടൂടാ. ഇനി സത്യം താൻ പറഞ്ഞാലും ദേവേട്ടൻ മൈൻഡ് പോലും ചെയ്യില്ല. സഞ്ജു, നീ എപ്പോൾ വന്നു? കുറച്ച് നേരമായി. എന്നാൽ നീ ഈ ഫയലെല്ലാം നോക്ക്.
ഞാൻ ലച്ചുവിനെ കൊണ്ട് പുറത്തു പോയി വരാം. ലച്ചു വാ. ദേവ് ലച്ചുവിനെ കൊണ്ടുപോയതും സഞ്ജു നോക്കിയത് നിറകണ്ണാൽ നിൽക്കുന്ന കാർത്തുവിനെയാണ്. സർ, കുടിക്കാൻ എന്താ വേണ്ടത്? ഒന്നും വേണ്ട. താൻ അവിടെ നിന്നേ. എന്ത് സർ? കാശിനു വേണ്ടി എന്തിനും തയ്യാറായാണോ നീ വന്നത്? ആയിരിക്കുമല്ലേ, അതുകൊണ്ടല്ലേ ഈ താലി നിന്റെ കഴുത്തിൽ വീണത്. എന്തൊക്കെയാ പറയുന്നത് സർ? എനിക്കൊന്നും. നീ വാ, നിന്നെക്കുറിച്ച് എനിക്കറിയണം. അവൻ അവളുടെ കൈ പിടിച്ച് നടന്നതും അവൾ അവൻ്റെ ബാക്കിൽ നടന്നു. നീ എങ്ങനെ ഈ വിവാഹത്തിന് സമ്മതിച്ചത്? പിന്നെ അവൾ നടന്നതെല്ലാം പറഞ്ഞതും അവൻ ഞെട്ടി നിന്നു. അപ്പോൾ മോള് ക്യാഷ് വാങ്ങിയില്ലേ? ക്യാഷോ? അതെ, എനിക്കറിയാതെ എന്തൊക്കെയോ ചുറ്റും നടക്കുന്നുണ്ട് അല്ലേ സാറേ? അതെ, ഇവിടുത്തെ സംസാരം കഴിഞ്ഞു. എന്താടി ഇവനോട് സത്യം പറഞ്ഞു? ദേവിൻ്റെ അമ്മ ചോദിച്ചു. നിങ്ങളൊക്കെ ഒരു സ്ത്രീയാണോ? ഒന്നും അറിയാതെ ഈ പാവത്തിനെന്തിനാ ഇതിലേക്ക് വലിച്ചിട്ടത്? ഡീ കറുമ്പി, കയറിപ്പോടി. കാർത്ത് സഞ്ജുവിനെ നോക്കി ഉള്ളിലേക്ക് പോയതും അവർ സഞ്ജുവിനെ പുച്ഛത്തോടെ നോക്കി. എന്താടാ, നിനക്ക് അവളോട് സിമ്പതി തോന്നുന്നുണ്ടോ? ആ പാവത്തിനറിയില്ലല്ലേ ഇവിടെ ശരിക്കും അരങ്ങേറുന്ന നാടകം. ആർക്കും വേണ്ടാത്ത അവൾക്ക് മരണം തന്നെയാ നല്ലത്. എന്നാലേ എൻ്റെ മകൻ്റെ ദോഷം മാറുള്ളൂ. ഇനി നീ ദേവിനോടെല്ലാം പറയാൻ നിന്ന എൻ്റെ ചേച്ചിയുടെ മകളായുള്ള നിന്റെ വിവാഹം നടക്കില്ല. ഇനി നീ തീരുമാനിച്ചോ എന്താ വേണ്ടതെന്ന്? അവനത് പറഞ്ഞു പോയതും അവൻ്റെ ദേഷ്യത്തെ ഓഫീസ് റൂമിലേക്ക് കയറി. ഈ സമയം നിച്ചുവിൻ്റെ കാർ ദേവിൻ്റെ വീടിന് മുൻപിൽ വന്നു നിന്നു. അവൻ സന്തോഷത്തോടെ കാർത്തുവിന് വാങ്ങിയതെല്ലാം എടുത്തിറങ്ങി. ഡാ, നീ എന്താ ഇവിടെ? അമ്മയും അച്ഛനും ഇങ്ങോട്ടായിരുന്നു ഇറങ്ങിയത്. അല്ല, ലച്ചു എവിടെ? അവൾ പുറത്തു പോയി. കാർത്തു, അവൾ അകത്തുണ്ട്, നീ കയറി വാ. ഞാൻ പോയി അവളെ വിളിച്ചു വരാം. അമ്മായി നിച്ചുവിനോട് പറഞ്ഞു പോയതും നിച്ചു സോഫയിലേക്കിരുന്നു. ഏട്ടാ. എന്ത് സരസ്വതി? നിച്ചു വന്നിട്ടുണ്ട് താഴെ കറുമ്പിയെ കാണാൻ. അവളെല്ലാവനോട് പറഞ്ഞാലേ അതോടെ തീരുമെല്ലാം. അവനോടൊന്നും പറയില്ല, ഞാൻ നോക്കിക്കൊണ്ട്. നീ താഴേക്ക് ചെന്നു. അല്ല, കാത്തു എവിടെയാ? മുകളിൽ തുണി വിരിക്കാൻ പോയിട്ടുണ്ട്. നീ താഴേക്ക് പൊക്കോ, ഞാൻ അവളെ ഒന്ന് കാണട്ടെ. കാത്തു. എന്താ? നിച്ചു താഴെ വന്നിട്ടുണ്ട്. നിച്ചുവേട്ടൻ വന്നിട്ടുണ്ടോ? കൂടുതൽ സന്തോഷിക്കണ്ട. പിന്നെ അവനോട് സത്യമെല്ലാം വിളിച്ചു പറയാൻ നിന്നാലേ എൻ്റെ മറ്റൊരു മുഖം നിനക്ക് കാണേണ്ടി വരും. ഞാനൊന്നും പറയില്ല. എൻ്റെ വേദന ഞാൻ തന്നെ അനുഭവിച്ചുകൊണ്ട് അതിലേക്ക് ആരെയും ഞാൻ വലിച്ചിടില്ല. എന്നാൽ താഴേക്ക് പോകാം. നിച്ചുവേട്ടാ. മോളെ, നിനക്ക് സുഖാണോ? എന്താ നിൻ്റെ മുഖം വല്ലാതിരിക്കുന്നേ? അത് ഏട്ടന് വെറുതെ തോന്നുന്നതാ. മോളെ, ഇവിടെ പ്രശ്നമൊന്നും ഇല്ലല്ലോ? ഇല്ലേട്ടാ. ഉണ്ടെങ്കിൽ എന്നോട് പറയണം. ദാ, ഇതൊക്കെ പിടിക്ക്. എന്താ ഏട്ടാ ഇത്? നിനക്ക് വാങ്ങിയതാണ്, കുറച്ച് ഡ്രസ്സും മറ്റും. അല്ല, ദേവ് എവിടെ? അവനെ കണ്ടില്ലല്ലോ. അത് ദേവേട്ടൻ. ആ, നിച്ചുമോനെപ്പോൾ വന്നു? ദേവിൻ്റെ അമ്മ വന്ന് ചോദിച്ചു. കുറച്ച് നേരമായി ആൻറ്റി. എന്നാ വാ, ചായ കുടിക്കാം. എനിക്കൊന്നും വേണ്ട ആൻറ്റി. ദേവ് എവിടെയാ? അവനെ ഒന്ന് കാണണം. അവൻ പുറത്ത് പോയിരിക്കുക. ഇപ്പോൾ വരും മോന് വാ. ദേവ്. എന്താ ലച്ചു? വീട്ടിൽ നിച്ചു വന്നിട്ടുണ്ട്, എൻ്റെ ബ്രദർ. മാരേജിന് കണ്ടിരുന്നു. അവന് കാത്തുവിനെ ഇഷ്ടമാണ്. വാട്ട്? അതേ ദേവ്, അവർ തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ട്. പല രാത്രിയിലും അവൻ്റെ റൂമിലായിരിക്കും അവൾ. പക്ഷേ മറ്റുള്ളവരുടെ മുൻപിൽ സ്നേഹനിധിയായ ആങ്ങളെയും പെങ്ങളുമാണ്. അമ്മയ്ക്ക് അച്ഛനുമെല്ലാം അറിയാം. പക്ഷെ ചോദിക്കാൻ നിൽക്കില്ല. നിച്ചുവിൻ്റെ ദേഷ്യം കാരണം ചിലപ്പോൾ അച്ഛനെയും അമ്മയെയും എന്നെയും അടിക്കാൻ നോക്കും. ദേവിനറിയോ, അവൾ ഓരോന്ന് പറഞ്ഞു കൊടുത്ത് എന്നെ തല്ലിയിട്ടുണ്ട് നിച്ചുവേട്ടൻ. അത് കാണുമ്പോൾ അവൾ നിന്ന് ചിരിക്കും. നിച്ചുവിന് അവളെന്ന് വെച്ച ജീവനാണ്. അതുപോലെ അവൾക്ക് അവനെയും. എന്തു വേണമെങ്കിലും ചെയ്തു കൊടുക്കും അവൾക്ക് വേണ്ടി അവൻ. ദേവിനറിയോ, ഈ വിവാഹത്തിന് നിച്ചുവിന് താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ പണം ദേവിൻ്റെ അമ്മ കൊടുക്കാമെന്ന് സമ്മതിച്ചപ്പോഴാണ് അവനും ഈ വിവാഹ നാടകത്തിന് കൂട്ടുനിന്നത്. അവളെ കാണാതിരിക്കാൻ പറ്റാതെ വന്നപ്പോഴായിരിക്കും ഇപ്പം കാണാൻ വന്നിട്ടുണ്ടാവുക. ഇപ്പോൾ വീട്ടിൽ ചെന്നാൽ കാണാം അവരുടെ സ്നേഹപ്രകടനം. അവൾക്ക് എന്തു വേണമെങ്കിലും ക്യാഷ് നോക്കാതെ മേടിച്ചു കൊടുക്കും. പക്ഷേ ചെറുപ്പം മുതൽ എനിക്കൊന്നും നിച്ചുവേട്ടൻ മേടിച്ച് തന്നിട്ടില്ല. ഇപ്പം ദേവിൻ്റെ മുൻപിലേക്ക് അവളെ വിട്ടയച്ചത് ദേവ് അവളെ ഒന്ന് തൊട്ടു നോക്കില്ല എന്ന് അവനറിയാവുന്നത് കൊണ്ടാണ്. ദേവ് മൂളി ഡ്രൈവിംഗും ശ്രദ്ധ കൊടുത്തു. നിച്ചുവേട്ട, ചായ കുടിക്ക്. ദേവ് എങ്ങോട്ടാ പോയത് മോളെ? അത് പുറത്തേക്കൊരു ഫ്രണ്ടിനെ കാണാൻ പോയതാ. പിന്നെ ലച്ചു ചേച്ചിയും കൂടെ പോയിട്ടുണ്ട്. ലച്ചുവോ? എന്തിന്? ചേച്ചിക്കെന്തോ വാങ്ങാനായി.
ഈ സമയം ദേവിൻ്റെ കാറ് വന്ന് നിന്നതും ലച്ചുവും ദേവും ഉള്ളിലേക്ക് നടന്നു. നിച്ചു വന്നിട്ട് കുറേ നേരമായി ആയോ? ആ, കുറച്ച് നേരമായി. കാത്തു, എന്നിട്ടെന്താ എന്നോട് നിച്ചു വന്നത് വിളിച്ചു പറയാതിരുന്നത്? അത് ഞാൻ കാത്തു നിന്ന് വിൽക്കുന്നത് കണ്ടതും ദേവ് അവളെ ഇടുപ്പിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. പിന്നെ അവളോട് നിച്ചുവിനോടും ദേവ് സന്തോഷത്തോടെ സംസാരിക്കുന്നത് കണ്ടതും ലച്ചു ദേഷ്യത്തിൽ പുറത്തേക്ക് നടന്നു. ലച്ചുവും വീട്ടുകാരും രാത്രി ഭക്ഷണം കഴിച്ചിറങ്ങിയതും കാത്തു ദേവിൻ്റെ റൂമിലേക്ക് നടന്നു. ദേവ് കുടിച്ചിരിക്കുന്നത് കണ്ടതും അവൾ അവനെ നോക്കി നടക്കാൻ നിന്നതും അവൻ അവളുടെ മുൻപിൽ കയറി നിന്നു. എന്താടി അവൻ പോകുമ്പോൾ നിന്ന് മോങ്ങുന്നുണ്ടായിരുന്നത്? ഓ, മറന്നു, നിന്റെ സെറ്റപ്പല്ലേ. രാത്രി അവൻ്റെ കൂടെ ആയിരുന്നില്ലേ നിന്റെ കിടപ്പ്? എന്താ അവനെ കൂടെ പോകണമെന്നുണ്ടായിരുന്നോ? തന്നെയും തൻ്റെ ഏട്ടനെയും കുറിച്ച് ഓരോന്ന് പറയുന്നത് കേട്ടതും അവളുടെ കണ്ണുകൾ ആ നിമിഷം നിറഞ്ഞൊഴുകി. എന്താടി മൂങ്ങി നിൽക്കുന്നത്? സത്യം പറഞ്ഞപ്പോൾ പൊള്ളിയോ? എന്തായാലും നിന്റെ തൊലിക്കെട്ടി ഞാൻ സമ്മതിച്ചു. പണത്തിന് വേണ്ടി എൻ്റെ താലി സ്വീകരിച്ചല്ലോ. എല്ലാവരും പണത്തിന് പുറകെയോ? അതിലൊരാൾ നീയും. നിർത്ത്, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഒന്നും അറിയാതെ ഓരോന്ന് വിളിച്ചു പറഞ്ഞ ഞാൻ കേട്ടു നിന്നു എന്ന് വരില്ല. ഒച്ചെടുക്കണ്ട എനിക്ക് മുൻപിൽ. നിങ്ങൾ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. നിച്ചുവേട്ടൻ എൻ്റെ സഹോദരനാ, അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. നീ എന്താടി എൻ്റെ മുൻപിൽ നല്ലവളായി നിൽക്കുന്നത്? ഇനി എന്നെയും നിന്റെ വരുതിയിൽ കൊണ്ടുവരാനാണോ? ഛേ, അവനെ എന്നെ കണ്ടപ്പോൾ മതിയായോ നിനക്ക്? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? ഉള്ളത് കൊണ്ടല്ല ഞാൻ പറയുന്നത്. അവൻ കുഴഞ്ഞു കുഴഞ്ഞ് അവളുടെ അടുത്തേക്ക് വന്നതും അവൾ പുറകിലേക്ക് മാറി നിന്നു. എന്താടി മാറി നിൽക്കുന്നത്? എൻ്റെ അടുത്തേക്ക് വരരുത്. വന്നാൽ നീ എന്തു ചെയ്യും? ഇതും പറഞ്ഞ് അവളുടെ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ചതും അവൾ കിടന്ന് കുതറി. അടങ്ങി നിൽക്കടി പന്ന മോളെ. എന്താ ഞാൻ തൊട്ടപ്പോൾ പൊള്ളിയോ? നിന്റെ കാമുകനേക്കാളും ഇപ്പോൾ നിന്നിൽ അവകാശം എനിക്ക് മാത്രമാണ്. ദാ ഈ താലിയിലുള്ള അവകാശം. മാറി നിൽക്ക്. എന്താടി ഞാൻ നിന്നോട് ചേർന്ന് നിൽക്കുമ്പോൾ അറപ്പ് തോന്നുന്നുണ്ടോ? അവൻ പിന്നെ അവളിലേക്ക് പൂർണ്ണമായി അലിഞ്ഞു ചേർന്നതും അവളുടെ കരച്ചിൽ ആ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി നിന്നു. സമയം നീങ്ങിപ്പോയതും അവളുടെ കണ്ണുകൾ നിദ്രയിലേക്ക് നീങ്ങി. രാവിലെ കാത്തു കണ്ണു തുറന്നതും ബെഡിലേക്ക് നോക്കി. അടുത്ത് ദേവില്ലെന്ന് കണ്ടതും അവൾ ചുറ്റും നോക്കി. പിന്നെ ഇന്നലത്തെ കാര്യങ്ങൾ മനസ്സിലേക്ക് വന്നതും അവൾ കണ്ണുകൾ ഇറുക്കി അടച്ച് പിന്നെ വേഗം ഡ്രസ്സെടുത്ത് ഫ്രഷ് ആവാൻ കയറി. മോളെ കാത്തു, ഇന്നും നേരം വൈകിയോ മോൾ? ദേവി സാറിൻ്റെ അമ്മ എന്നെ അന്വേഷിച്ചു ഭാനു അമ്മേ. ഇല്ല, രാവിലെ തന്നെ ഇങ്ങോട്ടോ പോകുന്നത് കണ്ടു. ദാ പറഞ്ഞു നാവിടത്തില്ല, വരുന്നുണ്ട്. മോള് വേഗം ആ കറിക്കുള്ളത് നോക്ക്. ശരി ഭാനു അമ്മേ. അമ്മേ, എന്താ മോളെ? ദേവേട്ടൻ രാവിലെ പോകുന്നത് കണ്ടു. കൂടെ ഇന്നലെ വന്ന മോളുണ്ടായിരുന്നു. ആര്? ലച്ചു ചേച്ചിയോ? അതേ മോളെ, രണ്ടാളും കൈകോർത്ത് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ദേവുമോൻ്റെ മുഖത്ത് ദേഷ്യത്തിലായിരുന്നു. അത് എന്താണെന്നറിയില്ല. രണ്ടാൾക്കും സംസാരിച്ച് നിൽക്കാനല്ല ഞാൻ പണം എണ്ണി തരുന്നത്. പിന്നെ ഇന്ന് കുറച്ച് പേരുണ്ടാവും ലഞ്ചിന്. മേഡം, എത്ര പേരുണ്ടാവും? 3 പേര്, അതിൽ കൂടുതലുണ്ടാവില്ല. ശരി മേഡം. ഈ സമയം ഓഫീസെല്ലാം കണ്ട് ലച്ചു പോയതും ദേവി സെറ്റിയിലേക്ക് ചാരിയിരുന്നു. കണ്ണുകൾ അടച്ചു ഇന്നലത്തെ കാര്യം മനസ്സിൽ വന്നതും അവൻ കണ്ണുകൾ ഞെട്ടി തുറന്നു. ഒപ്പം ബെഡിൽ രാവിലെ കണ്ട രക്തക്കറകളും അവൻ്റെ ഉള്ളിൽ സംശയമുണ്ടാക്കി. പെട്ടെന്ന് ഫോൺ അടിക്കുന്നത് കേട്ടതും അവൻ അറ്റൻഡ് ചെയ്തു. പിന്നെ കാറിൻ്റെ കീ എടുത്ത് വീട്ടിലേക്ക് തിരിച്ചു. ദേവ്, താൻ വിളിച്ച വഴി ഇങ്ങോട്ട് പോന്നു? ഞാൻ ഓഫീസിലുണ്ടായിരുന്നുവെങ്കിൽ. അല്ല, പ്രോജക്റ്റ് വർക്ക് എന്തായി? കംപ്ലീറ്റ് ആവാൻ 2 വീക്ക് പിടിക്കും. അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ സമയം കാത്തു കോഫി കൊണ്ടുവന്നതും ദേവ് അവളെ നോക്കി. എല്ലാവർക്കും കോഫി കൊടുത്തതും അവൾ ദേവിന് നേരെ നീട്ടി. എനിക്ക് വേണ്ട. ഇവിടുത്തെ സെർവൻ്റ് ആണോ ദേവ്? അതെ. ദേവ് കാത്തുവിൻ്റെ മുഖത്ത് നോക്കി പുച്ഛത്തോടെ പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഈ സമയം അതിൽ 2 പേരുടെ കണ്ണുകൾ അവളുടെ ശരീരത്തിലൂടെ ഓടി നടന്നു. ഒരവസരത്തിന് വേണ്ടി അവർ കാത്തു നിന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് അവർ പോയതും കാത്തു ദേവിൻ്റെ അമ്മ കൊടുക്കുന്ന പണി ഓരോന്ന് ചെയ്തു തീർത്തു. രാത്രി കാത്തു റൂമിലേക്ക് വന്നതും ദേവ് അവളുടെ നേരെ എന്തോ നീട്ടിയതും അവൾ അവനെയും അവൻ്റെ കയ്യിലിരിക്കുന്ന പേപ്പറിലേക്ക് നോക്കി. ദാ ഇത് പിടിക്ക്, ചെക്കാണ്. ഇന്നലെ രാത്രി എൻ്റെ കൂടെ കിടന്നതിന്. ദേവ് പുച്ഛത്തോടെ പറഞ്ഞ് അവൾക്ക് നേരെ ചെക്കെറിഞ്ഞു പോയതും അവൾ പൊട്ടിക്കരച്ചിലോടെ നിലത്തേക്കിരുന്നു.